ഹലോ, ട്രിപ്പ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിപ്പോൾ പോകുന്നത് കൊടൈക്കനാലിലെ കുറച്ച് വില്ലേജ് കാഴ്ചകൾ കാണാനാണ്. കൊടൈ ടൗണിൽ നിന്നും മാറി ഒരു 30-35 കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരുപാട് വില്ലേജുകളുണ്ട്. കൊടയിൽ നിന്നും സ്ഥിരം കാണുന്ന കാഴ്ചകളിൽ നിന്നും മാറി തികച്ചും പ്രകൃതി ഭംഗിയുള്ള ഒരു ഗ്രാമത്തിലേക്കാണ് നമ്മുടെ ഈ യാത്ര. തിക്കും നിരക്കും നിറഞ്ഞ സ്ഥിരം ലൊക്കേഷനുകൾ അല്ലാതെ തികച്ചും ശാന്തമായ ഒരു അനുഭവം ആസ്വദിക്കാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായും തിരഞ്ഞെടുക്കാവുന്ന ഒരു സ്പോട്ടിലേക്കാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. കൊടൈ ഗ്രാമങ്ങൾ എന്ന് പറയുമ്പോൾ എടുത്തു പറയേണ്ട ചില സ്ഥലങ്ങളാണ് പൂമ്പാറ, കൂക്കൽ, മന്നവന്നൂർ, പോളൂർ, ക്ലാവറൈ. അതിൽ നമ്മളിപ്പോൾ പോകുന്നത് മന്നവന്നൂർ എന്ന മനോഹരമായ ഒരു ഗ്രാമം കാണാനാണ്. മന്നവന്നൂരിലെ ഷീപ്പ് ഫാമിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഷീപ്പ് ഫാം എന്ന് പൊതുവെ പറയുമെങ്കിലും ഇതൊരു റിസർച്ച് സെൻ്ററാണ്. സദേൺ റീജിയണൽ റിസർച്ച് സെൻ്റർ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 45 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ഈ റിസർച്ച് സെൻ്റർ 1340 ഏക്കറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും ആനിമൽ സയൻസ് റിസർച്ച് സെൻ്ററാണ് ഈ സ്ഥാപനം. അങ്കോര, ചിഞ്ചില, വൈറ്റ് ജെയിന്റ് എന്നീ ബ്രീഡുകളുള്ള റാബിറ്റ്സിനെയും പല ബ്രീഡ്സിലെ ഷീപ്പിനെയും റിസർച്ചിന് വേണ്ടി ഇവിടെ വളർത്തി വരുന്നുണ്ട്. പളനി ഹിൽസിലെ ഏറ്റവും ഹൈ ആൾട്ടിറ്റ്യൂഡിൽ സ്ഥിതി ചെയ്യുന്ന വിശാലമായ ഒരു ഗ്രാസ് ലാൻഡാണ് നമ്മൾ ഈ കാണുന്ന സൈറ്റ്. അതിവിശാലമായ ഗ്രാസ് ലാൻഡിന്റെ മധ്യത്തിലായി കാണുന്ന മന്നവന്നൂർ ലേക്കിന്റെ കാഴ്ച ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് നമുക്ക് നൽകുന്നത്. കൊടൈക്കനാലിലെ ഒരു മിനി സ്വിറ്റ്സർലാൻഡ് എന്നാണ് മന്നവന്നൂർ പൊതുവെ അറിയപ്പെട്ടു വരുന്നത്. കണ്ണെത്താ ദൂരം പടർന്നു കിടക്കുന്ന ഗ്രാസ് ലാൻഡ് തന്നെയാണ് ഇവിടെ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒരു പ്രധാന ഘടകം. ഇവിടുത്തെ ഒരു ആക്ടിവിറ്റിയായി എടുത്തു പറയേണ്ട ഒന്നാണ് ഹോഴ്സ് റൈഡിങ്. ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്ക് ഈ വിശാലമായ പുൽമേടിൽ ഹോഴ്സ് റൈഡ് ചെയ്യാവുന്നതാണ്. ഇവിടേക്ക് പ്രവേശിക്കുന്ന ഗേറ്റിൽ ഒരു എൻട്രി ഫീ കൂടാതെ നമുക്ക് ഈ ആക്ടിവിറ്റിക്കും ചെറിയൊരു തുക ആകുന്നതാണ്. നമ്മളിന്ന് നേരെ പോകുന്നത് റാബിറ്റ് ഷെഡിലേക്കാണ്. SRRCയുടെ റിസർച്ചുകൾക്കായി വളർത്തുന്ന റാബിറ്റ്സുകളെയാണ് നമ്മൾ ഈ കാണുന്നത്. പല ബ്രീഡ്സിലുള്ള റാബിറ്റ്സുകളുടെ പ്രൊഡക്ഷനും റിസർച്ചുകളുമാണ് ഇവിടെ നടന്നു വരുന്നത്. ബ്രോയിലർ, അങ്കോര, ചിഞ്ചില, വൈറ്റ് ജെയിന്റ് എന്നീ റാബിറ്റുകളെ നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ ഷീപ്സിനെ കാണാനാണ്. ഇപ്പോൾ അവയെ ഷെഡിൽ നിന്നും പുറത്തേക്ക് മേയാൻ കൊണ്ടുപോയേക്കുവാണ്. അപ്പോൾ നമുക്കിനി നേരെ അങ്ങോട്ടേക്ക് പോകാം. വിശാലമായ ഈ പുൽമേടിൽ ചെമ്മരിയാടുകൾ നിന്ന് മേയുന്ന കാഴ്ചകളൊക്കെ കുട്ടികൾക്ക് കൗതുകമുണർത്തുന്ന ഒന്ന് തന്നെയാണ്. മെറീനോ, അവിക്കാലിൻ എന്നീ ബ്രീഡുകളുടെ ഷീപ്സിൻ്റെ ഒരു പ്രധാന ഡെമോൺസ്ട്രേഷൻ യൂണിറ്റാണ് മന്നവന്നൂരിലെ ഈ റിസർച്ച് സെൻ്റർ. അങ്ങനെ മന്നവന്നൂരിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിപ്പോൾ പോകുന്നത് പൂണ്ടി എന്ന ഗ്രാമത്തിലേക്കാണ്. ഈ പറയുന്ന ഗ്രാമങ്ങളിലൊക്കെ വളരെ കുറച്ച് പോപ്പുലേഷൻസ് മാത്രമാണുള്ളത്.
കൃഷിയെ അടിസ്ഥാനമാക്കിയാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. പൂണ്ടിയിലെ പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ അവിടുത്തെ ഗ്രാമക്കാഴ്ചകളാണ്. അധികം ഡെവലപ്പ് ആകാത്ത സ്ഥലമായതുകൊണ്ട് തന്നെ ടൗണിൽ നമുക്ക് ലഭിക്കുന്ന ഹോട്ടൽ സൗകര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടാകാറില്ല. അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ അത് മനസ്സിൽ കരുതി വേണം യാത്ര പ്ലാൻ ചെയ്യാൻ. തട്ടുതട്ടായി സ്ഥിതി ചെയ്യുന്ന കൃഷിയിടങ്ങളും വീടുകളുടെ കാഴ്ചകളുമൊക്കെ ഒരു വ്യത്യസ്തമായ ദൃശ്യാനുഭവമാണ് നമുക്ക് നൽകുന്നത്. പൂണ്ടിയിൽ നിന്നും നേരെ യാത്ര ചെയ്താൽ പോളൂർ, ക്ലാവരൈ എന്നീ ഗ്രാമങ്ങളിൽ എത്താൻ സാധിക്കും. ക്ലാവരയിൽ നിന്നും ഒരു 12-15 കിലോമീറ്റർ മല കടന്നാൽ കേരളത്തിലെ വട്ടവടയിലെത്താം എന്നതാണ് കണക്ക്. എന്നാൽ ആ വഴി ഇപ്പോൾ യാത്രാസജ്ജമല്ല. അപ്പോൾ ഇതൊക്കെയാണ് കൊടയിലെ പ്രധാനപ്പെട്ട ഗ്രാമക്കാഴ്ചകളും വിശേഷങ്ങളും. തിരിച്ച് നാട്ടിലേക്ക് യാത്ര തിരിക്കുമ്പോൾ മലമുകളിലെ മറക്കാൻ കഴിയാത്ത കുറേ കാഴ്ചകളും ഓർമ്മകളുമൊക്കെ നമുക്ക് കൂടെ ഉണ്ടാകും. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ പുതിയ സ്ഥലങ്ങളിലേക്കുള്ള യാത്രാവിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. സോ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം ട്രിപ്പ് സ്പേസ്.